റിച്ചു സ്കൂൾ പോണ്ടേ? സ്കൂൾ പോണ്ടേ? റിച്ചെന്നാക്കുന്ന വായിലെന്ന് ദോശപ്പാ. തണുപ്പിനൊരു 2 കുപ്പായിട്ടുണ്ടല്ലോ വെച്ച് ചായ കുടിക്കേ. ഞാൻ കുടിക്ക് ചാച്ച നിന്ന് എന്തേ നടക്കുന്ന സ്കൂളിൽ പോണ്ടേ? തണുപ്പല്ലിപ്പം കുളിക്കുമ്പം പോവേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് റിച്ചൂസിന് സ്കൂളിലുള്ള ഡേ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു തിരക്ക് കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ റിച്ചൂസ് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ അടുക്കള പണിയൊക്കെ വേഗം തീർത്തു കേട്ടോ. കാരണം അവൾ എണീറ്റാൽ പിന്നെ ഒന്നും നടക്കില്ല, അവളുടെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ റിച്ചൂസിനെ വിളിക്കും. റിച്ചൂസിനെ വിളിച്ചതിന് ശേഷം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ലെന്ന് വെച്ചാൽ ഒരു 1.5 പണി തന്നെയാണ് കേട്ടോ. കാരണം ഒരു ദോശയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുക്കും എൻ്റെ റിച്ചൂസ്. കാരണം അത്രയും ടൈം വേണം അവൾക്ക് ഒരു ദോശയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദോശയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അയൺ ചെയ്യുകയാണ് കേട്ടോ റിച്ചൂസിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായി. കുളിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ചൂടുവെള്ളം ബക്കറ്റിൽ ഒഴിച്ചിട്ട് അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമുക്ക് വേഗം അവളെ കുളിപ്പിച്ചെടുക്കാം. നല്ല തണുപ്പുണ്ട്. അപ്പോൾ റിച്ചൂസ് തണുപ്പിൽ ഇളം ചൂടുവെള്ളമൊക്കെ ആക്കി കൊളുത്തിട്ട് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും തണുപ്പുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. കാരണം എല്ലാ ഡേയിലെക്കാട്ടും ഇന്ന് നല്ലപോലെ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിധം കുളിച്ചു. റിച്ചൂസ് യൂണിഫോമിലിട്ട് സുന്ദരിയായി അല്ലേ? ഈ ടാഗ് ബെൽറ്റ് ഇടേ. അപ്പോൾ ഇതാണ് റിച്ചൂസിൻ്റെ യൂണിഫോം കേട്ടോ. അപ്പോൾ യൂണിഫോം ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവളുടെ യൂണിഫോമിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം അവൾ ഓൾറെഡി നീളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പണി ഇതാ റിച്ചൂസിൻ്റെ മുടിയൊക്കെ കെട്ടി ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ റിച്ചൂസിന് ഡെയിലി ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ റിച്ചൂസിൻ്റെ മുടി കണ്ടാൽ മനസ്സിലാവും കുറച്ച് ലെങ്ത്തൊക്കെ കൂടി വന്നിട്ടുണ്ട്. അവൾ പറയുന്നത് അവൾക്ക് മുടി മുറിക്കണ്ട, മുടി വളർത്തണം എന്നാണ്. അപ്പോൾ ഞാനും കരുതി അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹെയർ ഒന്നും കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ പെൺമക്കളുള്ള അമ്മമാർക്കറിയാം രാവിലെ ഒരുക്കി സ്കൂളിലേക്ക് വിടണമെങ്കിൽ ഒരു 1.5 പണി തന്നെ ഉണ്ടല്ലേ. പക്ഷേ അതൊരു സന്തോഷമാണല്ലേ, നമ്മൾ പെൺമക്കളെ ഒരുക്കി അവരെ മുടിയൊക്കെ കെട്ടി അവരെ ഒന്ന് സുന്ദരിയാക്കിയിട്ട് സ്കൂളിലേക്ക് വിടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഹാപ്പിയാണല്ലേ. അവർ ഒരുങ്ങി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പൊടി ഇഷ്ടം കൂടുതൽ പെൺമക്കളോടാണ് കേട്ടോ. കാരണം അവർ ഒരുക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എന്ന് കരുതി ആൺമക്കളെ ഇഷ്ടമല്ല എന്നല്ല, ഒരു പൊടിക്ക് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതൽ പെൺമക്കളോടാണ്. പെൺമക്കളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ബിസിയാണല്ലേ. രാവിലെയൊക്കെ കുട്ടികളെ ഒരുക്കി സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഒരു നല്ല എഫേർട്ട് തന്നെ ഉണ്ട്. കാരണം ആൺമക്കളാണെങ്കിൽ 10 മണിക്ക് ബസ് വരുന്നുണ്ടെങ്കിൽ 9:45 എണീച്ചിട്ട് അവരെ കുളിപ്പിച്ചങ്ങ് വിടാം. പക്ഷെ പെൺമക്കളാകുമ്പോൾ ഒരു ഇത്തിരി ടൈമൊക്കെ എടുക്കുമല്ലേ അവരെ കുളിപ്പിക്കാനും സുന്ദരിയാക്കാനും ഹെയർ സ്റ്റൈലൊക്കെ ഇട്ടാനും ഒക്കെ മാലയും വളയും ഒക്കെ ഇട്ട് ഒരുക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ടൈം കൂടുതൽ എടുക്കുമല്ലേ. അങ്ങനെ റിച്ചൂസ് ഒരുവിധം ഒരുങ്ങി റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പണി റിച്ചൂസിൻ്റെ ബാഗിൽ ബുക്കൊക്കെ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇതാ ഓരോ ടെക്സ്റ്റ് ബുക്കും നോട്ടും ഒക്കെ വേർതിരിച്ച് ഏതാ ഇന്ന് കൊണ്ടുപോണ്ട് എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ബാഗിൽ എടുത്ത് വെക്കുകയാണ്. ബുക്കൊക്കെ എടുത്തു വെക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധയോടാണ് എടുത്തു വെക്കൽ. കാരണം ഏതെങ്കിലും ഒരു ബുക്ക് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും വീട്ടിൽ നിന്ന് ടെൻഷനാവും. അയ്യോ മോള് ബുക്ക് കൊണ്ടുപോയില്ലല്ലോ, എന്താ പഠിക്കലെന്നൊക്കെ ആലോചിച്ച് ടെൻഷനാവും. അപ്പോൾ വളരെ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ഞാൻ എടുത്തു വെക്കാറുള്ളൂ കേട്ടോ ഓരോന്നും. പിന്നെ ഈ മാസത്തെ ഫീസ് വെക്കാനുണ്ട്, അതാണ് ഞാൻ ബോക്സിൽ എടുത്തു വെക്കുന്നത് കേട്ടോ. അതും കറക്റ്റായിട്ട് എടുത്തു വെക്കണമല്ലോ. നെക്സ്റ്റ് പാല് കാച്ചുകയാണ് കേട്ടോ. റിച്ചൂസ് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക. അപ്പോൾ നാടൻ പാൽ വാങ്ങിയത് ഓൾറെഡി തീർന്നിരുന്നു കേട്ടോ. അതാണ് ഞാൻ കൊട്ടപ്പാൽ എടുത്തിട്ട് കാച്ചുന്നത്. അപ്പോൾ നമുക്ക് വേഗം പാല് കാച്ചൽ പരിപാടിയും കൂടി വേഗം ചടപടാ തീർക്കാം.
അപ്പോൾ പാൽ അവിടെ നിന്ന് തിളക്കട്ടെ. ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം റിച്ചൂസിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. റിച്ചൂസിൻ്റെ പ്ലേറ്റും കൊണ്ടുവന്ന ലഞ്ച് ബോക്സും ഒക്കെ സ്നാക്സ് ബോക്സൊക്കെ ഒന്ന് വേഗം ചടപടാ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴുകി വെക്കുകയാണ്. ഞാൻ രാവിലെ പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് കഴുകി വെക്കല്. കുറച്ച് നേരത്തെ കഴുകിയാൽ അതിൽ അഴുക്കൊക്കെ ആവൂലേ, പൊടിയൊക്കെ വരണ്ട വിചാരിച്ചത് പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് ഞാൻ കഴുകി റെഡിയാക്കി ബാഗിൽ വെക്കാറ്. അയ്യോ, അപ്പോൾ നമ്മുടെ പാലവിടെ തിളച്ച് മറിയാനായിട്ടുണ്ട്. നമുക്ക് വേഗം പാല് തിളച്ച് മറിയാനായിട്ട് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് പാല് തിളച്ചതാട് ഞാൻ ഒരു പ്ലേറ്റിൽ തണിയാൻ വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പ്ലേറ്റ് എടുത്ത് അതിൽ തണിയാൻ വെക്കുക. അപ്പോൾ തണിഞ്ഞാട് പ്രിച്ചൂസിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തണിയാൻ വെക്കുന്നത്, ചൂടോടെ തണിയാൻ വെക്കുക. അപ്പോൾ പാൽ അവിടെ തണിയട്ടെ. ആ സമയത്ത് നമുക്ക് റിച്ചൂസിന് കൊണ്ടുവന്ന പ്ലേറ്റും ഗ്ലാസും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ക്ലീൻ ആക്കി തുടച്ച് വെക്കാം. കാരണം അതിൽ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ തുണി എടുത്തിട്ട് നമ്മൾ തോർത്തി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇത്തിരി പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പഴം ഇരിപ്പുണ്ടായിരുന്നത് വേഗം പൊരിച്ചു. കാരണം ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കാമല്ലോ റിച്ചൂസിനെ കരുതിയിട്ട് അങ്ങനെ പൊരിച്ചതാണ്. അപ്പോൾ ഞാൻ അത് അവളുടെ സ്നാക്സ് ബോക്സിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ സ്നാക്സ് ബോക്സിൽ പഴംപൊരിയൊക്കെ റെഡിയാക്കി വെച്ചു, അതൊക്കെ മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വൈകുന്നേരം കഴിക്കാനുള്ള സ്നാക്കാണ്. കാരണം അവളുടെ ബസ് കുറച്ച് ലേറ്റാവും, നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകും. അപ്പോൾ അവളുടെ ബോക്സിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് എടുത്ത് വെക്കും. കാരണം വൈകുന്നേരം അത്രയും സമയം സ്കൂളിൽ നിന്ന് വിശന്നുകൊണ്ടിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ സെറ്റാക്കി റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൽ അവിടെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു പാൽ റിച്ചൂസിനെ കൊണ്ട് കുടിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു നല്ല പാട് തന്നെയാണ്. കാരണം റിച്ചൂസിന് ഭയങ്കര മടിയാണ് പാലൊക്കെ കുടിക്കാൻ. ചില സമയത്ത് വേഗം കുടിച്ചോളും, ചില സമയത്ത് ഇത്തിരി കളിപ്പിക്കും, എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത്, കുടിക്കാൻ മടി കളിക്കുന്നത്, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിപ്പിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സോപ്പിടുക, അപ്പോൾ അങ്ങനെ വേഗം കുടിച്ചോളേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേഗം ഇവളെ കൊണ്ട് പാൽ കുടിപ്പിക്കാം. അപ്പോൾ റിച്ചൂസ് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക എന്നുള്ളത് ഒരു പതിവാണ് കേട്ടോ. കാരണം എനിക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കൊടുക്കും. കാരണം സ്കൂളിൽ പോയാൽ വിശക്കോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വയറ് നിറഞ്ഞിനോ എന്നുള്ളൊക്കെ ടെൻഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഗ്ലാസ് പാൽ കുടിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സമാധാനമായി, പാൽ കുടിച്ചല്ലോ, അവളുടെ വയറ് വിശക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനും ഹാപ്പിയാവും. അപ്പോൾ റിച്ചൂസ് ഇത് ഒരുവിധം പാൽ കുടിക്കുകയാണ്. പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ്, എങ്കിലും ഞാൻ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും സർപ്രൈസൊക്കെ തരാം, വേഗം കുടിക്കുന്നൊക്കെ പറഞ്ഞാൽ അവൾ കുടിച്ചോളും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എണ്ണമൊക്കെ ചെയ്യും. അമ്മ 10 വരെ എണ്ണ, 10 വരെ നമുക്ക് കുടിച്ചാൽ ഒരു സർപ്രൈസ് തരും എന്നൊക്കെ പറഞ്ഞാൽ അവൾ കുടിച്ചോളും. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഞാൻ എണ്ണുന്നുണ്ട്. ആ എണ്ണുന്ന സമയത്ത് കൊണ്ട് വേഗം ചടപടാ കുടിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇതാ പറഞ്ഞ് ഒരുവിധം അവൾ ഗ്ലാസ്സിലെ പാലൊക്കെ ഫിനിഷാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ റിച്ചൂസ് ഇതാ സ്കൂളിൽ പോകാൻ റെഡിയായി സെറ്റായിട്ട് ഒരുങ്ങിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്കൂൾ ബസ് വരുന്നതിന് മുന്നേ ഞാനൊന്ന് മുടിയൊക്കെ ചീകി വൃത്തിയാക്കിയിട്ടാണ് പോലെ. കാരണം നമ്മുടെ വീട്ടിലുള്ള കോലം കുട്ടികളും വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ കാണണ്ട വിചാരിച്ചിട്ട് ഞാൻ മുടിയൊക്കെ ചീകി ഒന്ന് വൃത്തിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ റിച്ചൂസ് സ്കൂൾ ബസ് വരുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ ഒരു 1/4 മണിക്കൂർ മുന്നേ അവളെ റെഡി ആയിട്ട് നിന്നിരിക്കും. അപ്പോൾ ഇത്രയും നാളത്തെ സ്കൂളിൽ പോകുന്ന എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, തീർച്ചയായിട്ടും ഇതുവരെ പോയത് അങ്ങനെയാണ്. ഒരു 1/4 മണിക്കൂർ മുന്നേ അവൾ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കും, ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോഴാണ് എനിക്കും സമാധാനമല്ലേ, കാരണം അവളൊന്ന് റെഡി ആയല്ലോ, സ്കൂൾ ബസ് വരുന്നതിന് മുന്നേ റെഡി ആയല്ലോ, ഇനി എപ്പോൾ വേണമെങ്കിലും അങ്ങ് കയറി പോവാലോ എന്നുള്ള ആ ഒരു സംതൃപ്തിയാണ് എനിക്കും കിട്ടല്. അപ്പോൾ ഇത് അവൾ റെഡി ആയിട്ട് പോകാനൊക്കെ സെറ്റായിരുന്ന സമയത്താണ് പുറത്ത് മുല്ലപ്പൂ വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പറിച്ചിട്ട് കോർത്തിട്ട് റിച്ചൂസിനെ കെട്ടിക്കൊടുക്കാം. എനിക്കിഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് കുട്ടികളെ സ്കൂളിലും ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ കെട്ടാനൊന്നും വലിയ തോതിലൊന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്കിലും ആവുന്ന പോലെ മുല്ലപ്പൂ കോർക്കുകയാണ്. പണ്ട് ഞാനും സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ മുല്ലപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കോർത്തിട്ടൊക്കെ തരും. അപ്പോൾ ഞാൻ മുല്ലപ്പൂവൊക്കെ ചൂടും. അതുപോലെ പനിനീരൊക്കെ ഉണ്ടെങ്കിൽ പനിനീരൊക്കെ പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചൂടിയിട്ട് പോകാറുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളും അങ്ങനെ ചൂടുന്നൊന്നും അധികം ഞാൻ കണ്ടുവരുന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ അവർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ മുല്ലപ്പൂവൊന്നും കിട്ടാത്തതുകൊണ്ടാണോ അറിയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ പണ്ടത്തെ കാലത്തെ പോലെ മുല്ലപ്പൂവും ഇങ്ങനെ പൂക്കളൊന്നും തലയിൽ ചൂടുന്നത് അങ്ങനെ കണ്ടുവരുന്നില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കോർത്ത് കെട്ടി മുല്ലപ്പൂക്കെ തലയിലൊക്കെ ചൂടിയിട്ട് പോകുന്ന കാണാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ മുല്ലപ്പൂ കോർക്കാനും അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ ആവും പോലെ കെട്ടി ട്രൈ ചെയ്യാണ് കേട്ടോ.
റിച്ചൂസേ ചെരുപ്പിടണം. അപ്പോൾ ആ ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ കയ്യിൽ കുഞ്ഞു നഖം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗം ഒന്ന് മുറിച്ച് ക്ലീൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റിച്ചൂസ് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കൂൾ ബസ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡിലേക്ക് കൂടി വരും. ആ റോഡിൽ നിർത്തും. ഇതേ കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് റോഡുള്ളത്. അവിടെ നിർത്തും. അവിടത്തേക്ക് വരെ കൊണ്ടാക്കണം കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ് വരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ നമ്മളവിടെ പോയി നിൽക്കും, കാരണം ലേറ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ ബസ്സിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് കളിക്കുകയാണ്. റിച്ചൂസിൻ്റെ ഫ്രണ്ടും അവിടെ നിന്നിട്ട് കളിക്കുകയാണ്. അങ്ങനെ ഇതാ റിച്ചൂസിൻ്റെ സ്കൂൾ ബസ് പോയി. അവൾ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവളെ കൊണ്ടാക്കിയിട്ട് ഞാനിതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്കൊരു സങ്കടം ഉണ്ടാവും കേട്ടോ. അവളെ പറഞ്ഞയച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം കുറച്ച് നേരം അവളെ കാണാണ്ട് നിൽക്കണമല്ലോ. പറഞ്ഞിട്ടത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് പഠിക്കണ്ടല്ലേ. ഇനിയാണ് കോമഡി ഗൈസ്. ഞാൻ പല്ല് തേച്ചിട്ടില്ല. റിച്ചൂസിൻ്റെ സ്കൂൾ ബസ് വരുന്നത് 9:30 അതിന് ശേഷം അവൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ രാവിലെ എഴുന്നേറ്റാടും ബ്രഷ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, രാവിലെ എണീറ്റാടും അടുക്കളയിലേക്ക് ഒരു ഓട്ടാണ്. കാരണം ചടപടാ പണി തീർത്തിട്ട് വേണം റിച്ചൂസിനെ വിളിച്ചിട്ട് ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ. അപ്പോൾ എനിക്ക് എന്ത് തോന്നി, ഞാൻ അവളൊക്കെ പോയി കഴിഞ്ഞ് സമാധാനത്തോടെ ഇരുന്ന് പല്ല് തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നെക്സ്റ്റ് പല്ല് തേപ്പാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പല്ല് തേക്കട്ടെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയായിരുന്നു. എന്നും ദോശയല്ലേ കഴിക്കുന്നത് വിചാരിച്ചിട്ട് ഇന്ന് റിച്ചൂസിന് കൊണ്ടുപോകാൻ കൊടുത്തിട്ടുള്ള പഴംപൊരിയാണ് ഞാൻ കഴിക്കുന്നത്. റിച്ചൂസിന് കൊണ്ടുപോകാൻ രാവിലെ പഴംപൊരി ആക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പഴംപൊരി വേഗം ചടപടാ കഴിക്കുകയാണ്. അങ്ങനെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതേ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നേ. അതൊക്കെ വേഗം ചടപടാന്ന് കഴുകി തീർക്കുകയാണ്. കാരണം ഇത് കഴുകി തീർന്നിട്ട് വേണം നെക്സ്റ്റ് പണിയിലേക്ക് പോകാൻ. അപ്പോൾ ഓരോ പണിയും വേഗം ചടപടാന്ന് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചടപടാന്ന് പണികളൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ അതാ ചോറ് അടുപ്പത്തുണ്ട്. അപ്പോൾ ചോറിൻ്റെ വേവ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ റിച്ചൂസ് പോയി കഴിഞ്ഞാലും ചോറിന് ഉള്ള അരി അടുപ്പത്തിടും കേട്ടോ. അപ്പോൾ അടുപ്പത്തിലാണ് ചോറ് ഉണ്ടാക്കൽ, ഗ്യാസിലല്ല കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ചോറ് അവിടെ നിന്ന് വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. അപ്പോൾ ബീൻസ് വറുക്കാന്നുള്ള വിചാരത്തിൽ ഞാൻ ബീൻസ് വേഗം മുറിച്ചിടുകയാണ്. എനിക്കുണ്ടല്ലോ രാവിലെ തന്നെ ചടപടാന്ന് പണി തീർക്കണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ചിലവർ വിചാരിക്കും കുറച്ച് കഴിയട്ടെ, ഉച്ചക്കല്ലേ ഫുഡ് കഴിക്കേണ്ടത്, അപ്പം മെല്ലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുമല്ലോ ചിലവർ. പക്ഷെ എനിക്കങ്ങനെയല്ല. എത്രയും വേഗം പണി കഴിയുന്നു അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം ഞാൻ റിച്ചൂസ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഞാൻ വേഗം തീർത്ത് വെക്കും. അങ്ങനെ വറവിനുള്ള സാധനങ്ങൾ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ബീൻസൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി വെന്തോ നോക്കണം. കാരണം റേഷൻ അരിയാണ്, പെട്ടെന്ന് പോകും. ഇടയ്ക്ക് റേഷൻ ഇടും, ഇടയ്ക്ക് നമ്മുടെ നൂർജഹാൻ പോലെയുള്ള അരി ഇടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റേഷൻ അരി ഇട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ പണി കിട്ടും, വേഗം ചീഞ്ഞു പോവില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയെ. അങ്ങനെ ഇതേ അരി നോക്കിയപ്പോൾ അരി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് പണി എടുക്കാമല്ലോ. അപ്പോൾ അത് അലക്കാൻ കുറച്ച് തുണികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അലക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ വേഗം ചടപട അലക്ക് കൂടി വേഗം തീർക്കട്ടെ കേട്ടോ.
ഇനി ഞാനൊരു അടിപൊളി ചായ ഉണ്ടാക്കട്ടെ. കാരണം പുറത്തൊരാൾ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊരു ചായ ഉണ്ടാക്കിയാണ്. നമ്മളെ വീട്ടിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് ചായ കൊടുക്കുക, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന രീതി ഇതാണോ എന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ ഓരോരോ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ചായപ്പൊടിയും പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും. ചിലപ്പോൾ പാലെടുത്തിട്ട് പാലിലേക്ക് നമ്മുടെ ചായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. അങ്ങനെ ഓരോരോ രീതിയിലാണ് ഓരോരോ ദിവസം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കെന്ത് തോന്നുന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തണിച്ചിട്ട് ലേശം ഒന്ന് തണിക്കോട്ടോ, ഒരുപാടൊന്നും തണിക്കില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തണിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കും. എന്നിട്ട് ഞാൻ കൊണ്ടു കൊടുക്കും. ആര് വന്നാലും ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചായ ഇവിടെ നിർബന്ധമാണ്. അപ്പം ഞാൻ ചായ കൊടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് റിച്ചൂസിൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ റിച്ചൂസിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ആ കുട്ടി ചോക്ലേറ്റും പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ആ ഒരു വീഡിയോ അയച്ചതുകൊണ്ട് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ഡേ നടന്നതാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത്. എനിക്കങ്ങനെ പണിയെടുക്കുന്നതിന് ഓർഡറൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റാടും ഞാൻ അടിച്ചൊക്കെ വാരും, അതിനുശേഷം അലക്കും, അങ്ങനെയൊക്കെയാണ്. ഓരോരുക്കും ഓരോരോ രീതിയിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചു വരുന്നത് എല്ലാ പണികളും ആയതിനു ശേഷം ലാസ്റ്റാണ്. അപ്പോൾ വേഗം അടിച്ചു വരട്ടെ. അങ്ങനെ ഇതാ ഉച്ചയായി. ഇനി നെക്സ്റ്റ് ചോറ് കഴിക്കണം. അപ്പോൾ ഇതാ സാമ്പാറും ബീൻസ് വറവും അതുപോലെ തന്നെ മുള്ളനുണ്ട് കേട്ടോ. പിന്നെ ഇത് അലക്കി ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. റിച്ചസ് വരാനായി നമ്മളെ മുന്നിലത്തെ റോഡിൽ പണിയെടുക്കുന്നുണ്ട്, അതാണ് നമ്മുടെ സൗണ്ട്. റിച്ചസ് വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഉള്ളത്. അച്ഛന് പനിയൊക്കെ ആയി കുറച്ച് ദിവസമായിട്ട് അഡ്മിറ്റ് ഉണ്ടായിരുന്നു. പെരിയാരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് AC ഒക്കെ കൊണ്ട് തണുപ്പടിച്ച് ആകെ ജലദോഷമൊക്കെ വന്നു. എന്നിട്ടൊക്കെ പനിയായി. അപ്പോൾ ഞാൻ കൂടെ പോകേണ്ടതാണ്. പക്ഷേ റിച്ചൂസ് വരുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. റിച്ചൂസിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, അമ്മ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഞാൻ കൂടെ പോയിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ റിച്ചൂസിനെ വെയിറ്റ് ചെയ്തൊക്കെയാണ്. റിച്ചൂസ് വന്ന് കഴിയുമ്പോൾ റിച്ചൂസിൻ്റെ അച്ഛനും വരുമെന്ന് വിചാരിക്കുന്നു. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കാണിച്ചിട്ട് അപ്പോഴത്തേക്ക് വരുമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ JCB ഇങ്ങനെ മണ്ണ് മാന്തത്തുണ്ട്. കുടിവെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ അതാണ് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ റിച്ചുക്കുട്ടി വന്നു. അപ്പോൾ റിച്ചുക്കുട്ടീനെ ഞാൻ കൂട്ടിയിട്ടിങ്ങനെ വരികയാണ്. അവൾ ഫ്രണ്ടിൽ ഓടി കേട്ടോ. അവളിപ്പോൾ ഞാൻ എത്തുന്നതിന് മുന്നേ അവൾക്ക് എത്തണം എന്നില്ല ആ ഒരു ഇതിൽ അവൾ വേഗം തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഓടിപ്പോയി. അപ്പോൾ ഇതാ അവൾ എന്നെ കൂട്ടാൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അരി പൊടിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ അവളത് കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ നെക്സ്റ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ എക്സാമാണ്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ട് അവളിങ്ങനെ എഴുതുകയാണ്. എക്സാം ആയാലേ നമ്മുടെ അമ്മമാർക്ക് പ്രത്യേക ഒരു ടെൻഷനാണല്ലേ. കുട്ടികളെക്കാളും നമ്മൾ അമ്മമാരെ ടെൻഷൻ അടിക്കലല്ലേ. അതുപോലെ തന്നെ ഞാനും അങ്ങനെ ഒരു വിധം അവളെ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവൾ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് കിടക്കും, നമ്മൾ രണ്ടാളും ഉറങ്ങും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.